മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കൊരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 വെർട്ടക്സും കണ്ടുപിടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതൊരു സൈക്ലിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സി, ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ABCD ആർ ഇൻ ദ റേഷ്യോ 1:2:2:4:3 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇൻ ദ ഓർഡർ, നമ്മളോട് ഒരു ചതുർഭുജത്തിൻ്റെ ഒരു ചക്രീയ ചതുർഭുജമാണ്. കോണുകൾ ക്രമമായി 1, 2, 4, 3 എന്ന റേഷ്യോയിലാണ്, അനുപാതത്തിലാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി ആംഗിൾസ്, അല്ലെങ്കിൽ കോണുകൾ ഏതെല്ലാം? ആദ്യം കോണുകൾ കണ്ടുപിടിക്കണം. പിന്നെ നമ്മളോട് ഈസ് ദിസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വൈ, അതായത് ഇതൊരു ചക്രീയ ചതുർഭുജമാണോ, എന്തുകൊണ്ട്? നമുക്ക് വളരെ ഈസി ആയിട്ട് ആദ്യമേ നമുക്ക് തന്നിരിക്കുന്നത് 1:2:4:3 ഇതാണ് റേഷ്യോ. അപ്പം നമുക്കറിയാം ഈ 1:2:4:3 എന്ന് പറയുമ്പോൾ ടോട്ടൽ 10 വരും. 1 + 2 + 4 + 3 10 വരും. അപ്പം നമുക്കറിയാം ടോട്ടൽ ഒരു ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ടോട്ടൽ ആംഗിൾ 360 ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് 10 കൊണ്ട് 360യെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടും. ഇനി നമുക്ക് ഓരോ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആദ്യത്തേത് കിട്ടാൻ വേണ്ടി 1 × 36, അപ്പം നമുക്ക് 36 കിട്ടും. രണ്ടാമത്തെ ആംഗിൾ കിട്ടാൻ വേണ്ടി 2 × 36 അല്ലെങ്കിൽ 2x, അപ്പോൾ 72 കിട്ടും. മൂന്നാമത്തെ കിട്ടാൻ വേണ്ടി 4 × 36 വരും. അപ്പം മൂന്നാമത്തേത് 144 വരും. അടുത്തത് നാലാമത്തെ കിട്ടാൻ വേണ്ടി 3 × 36 വരും. 3 × 36 108 എന്ന് വരും. അപ്പോൾ നമുക്ക് 4 ആംഗിളും കിട്ടും. ഈ 4 ആംഗിളും നമ്മൾ എഴുതുവാണ്. 36, 72, 36, 72, 144, 108. ഇനി സൈക്ലിക് ആണോ അല്ലെ ചക്രീയ ചതുർഭുജമാണോ? ടോട്ടൽ ദി ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആണോ എന്ന് നോക്കിയാൽ മതി. 36ഉം 144 കൂടിയ 180 ആണ്. അതുപോലെ 108ഉം 72ഉം കൂടെ ചേർന്ന 180 ആണ്. അപ്പോൾ ഈ സംഭവം ഈ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമാണ്. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിലേക്കെല്ലാം ഷെയർ ചെയ്യണം.